ഹലോ സ്റ്റുഡൻസ്, ഇന്ന് മുതൽ നമ്മൾ സോഷ്യൽ ഫോർമേഷൻസ് ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ആ പേപ്പറിൻ്റെ ഒന്നാമത്തെ ബ്ലോക്കിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിലേക്കാണ് കിടക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് മോഡ്സ് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് ഈ യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ ഇതിൽ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്താന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക. മോഡ്സ് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദന രീതി, ഉൽപാദന മാർഗങ്ങൾ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന രീതി എന്താന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം അതിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ സമ്പദ് സമൃദ്ധിക്കൊക്കെ ആയിട്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനായിട്ട് സ്വീകരിക്കുന്ന വ്യത്യസ്ത മാർഗങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തെ സംഘടിപ്പിക്കുന്ന രീതിയെയാണ് നമ്മൾ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന രീതി എന്നൊക്കെ വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു സമൂഹം അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അതിൻ്റെ സമ്പദ് സമൃദ്ധിക്ക് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ സ്വീകരിക്കുന്ന രീതിയെയാണ് നമ്മൾ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന രീതി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു സമൂഹത്തിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, അതിൻ്റെ വിതരണം, ഉപഭോഗം എന്നിവയെ നിയന്ത്രിക്കുന്ന സാമൂഹിക സാമ്പത്തിക സംവിധാനത്തെയാണ് നമ്മൾ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ഉൽപാദന രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സാമൂഹിക സാമ്പത്തിക സംവിധാനമാണ്. ഈ സാമൂഹിക സാമ്പത്തിക സംവിധാനമാണ് സമൂഹത്തിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, അതിൻ്റെ വിതരണം, അതിൻ്റെ ഉപഭോഗത്തൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു സമൂഹത്തിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തെയും വിതരണത്തെയും ഉപഭോഗത്തെയും നിയന്ത്രിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ സംവിധാനങ്ങളെയാണ് നമ്മൾ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന രീതി എന്ന് വിളിക്കുക. അപ്പോൾ ലോക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വ്യത്യസ്ത തരം ഉൽപാദന രീതികൾ, വ്യത്യസ്ത തരം മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അടിമത്തം, സ്ലേവറി ഒരു പ്രധാനപ്പെട്ട മോഡ് ഓഫ് പ്രൊഡക്ഷനാണ്. ഫ്യൂഡലിസം അതൊരു പ്രധാനപ്പെട്ട ഉൽപാദന രീതിയാണ്. മുതലാളിത്തം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഉൽപാദന രീതിയാണ്. സോഷ്യലിസം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഉൽപാദന രീതിയാണ്. അപ്പോൾ അടിമത്തം, ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം ഇതൊക്കെ എന്താണ്? ഓരോ ഉൽപാദന രീതികളാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും അതിൻ്റെ ഉപഭോഗത്തിനൊക്കെ സഹായിക്കുന്ന സാമൂഹിക സാമ്പത്തിക സംവിധാനങ്ങളെയാണ് നമ്മൾ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഉൽപാദന രീതികളുണ്ട് എന്നാ പറഞ്ഞ. അടിമത്തം, ഫ്യൂഡലിസം, മുതലാളിത്തം, സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന രീതിക്ക് ഉദാഹരണങ്ങളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപാദന മാർഗങ്ങളുടെയും ഉൽപാദന ബന്ധങ്ങളുടെയും സമന്വയമാണ് ഒരു ഉൽപാദന രീതി അല്ലെങ്കിൽ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? അതായത് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അപ്പോൾ ഒരു ഉൽപാദന രീതി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിന് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ വേണം. ഒന്നാമത്തത് ഉൽപാദന മാർഗങ്ങളാണ്, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. രണ്ടാമത്തത് ഉൽപാദന ബന്ധങ്ങളാണ്, റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഇത് രണ്ടും എന്താണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ വേണം, രണ്ട് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ വേണം. അപ്പോൾ ഇത് രണ്ടും എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മനുഷ്യേതരവും ഭൗതികവുമായ വസ്തുക്കളെയാണ് നമ്മൾ ഉൽപാദന മാർഗങ്ങൾ അല്ലെങ്കിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം, അല്ലേ? അതായത് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു സേവനം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന വസ്തുക്കൾ എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം? മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ, ഒരു ഫാക്ടറിയിലെ റോ മെറ്റീരിയൽസ്, അവിടുത്തെ ഉപകരണങ്ങളാവാം, അല്ലെങ്കിൽ യന്ത്രങ്ങളാവാം, കെട്ടിടമാവാം. ഇതൊക്കെ ഉൽപാദനത്തെ സഹായിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നമുക്ക് എന്തെന്നാ വിളിക്കുക? മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് വിളിക്കുക. മനസ്സിലായോ? എന്നാൽ രണ്ടാമത്തത് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഒരു സമൂഹത്തിനുള്ളിൽ ഉൽപാദന മാർഗങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും കൈവശം വെക്കുന്നതും ചില വ്യക്തികളോ ഗ്രൂപ്പുകളോ ആയിരിക്കും. അപ്പോൾ ഈ ലോകത്തെ ഏത് സമൂഹം എടുത്തു നോക്കുകയാണെങ്കിലും മുമ്പ് പറഞ്ഞ ഉൽപാദന മാർഗങ്ങളൊക്കെ ഏതെങ്കിലും വ്യക്തികളുടെയോ ഏതെങ്കിലും ഗ്രൂപ്പുകളുടെയോ കയ്യിലായിരിക്കും. മനസ്സിലായോ? ഇപ്പൊ മുതലാളിത്ത സമൂഹത്തിൽ ഉൽപാദന മാർഗങ്ങളൊക്കെ മുതലാളി വർഗത്തിന്റെ കയ്യിലാണ്, തൊഴിലാളി വർഗത്തിന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ഉൽപാദന ബന്ധമാണ് എവിടെ നിലനിൽക്കുന്നത്? മുതലാളിത്തത്തിൽ നിലനിൽക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഈ പറഞ്ഞ ഉൽപാദന മാർഗങ്ങളൊക്കെ കൈവശം വെക്കുന്ന മുതലാളി വർഗം
എന്ത് ചെയ്യുന്നു? അവർ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും വിതരണത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലൊക്കെ നിർണായക സ്വാധീനം ചെലുത്താൻ അവർക്ക് പറ്റും. അപ്പൊ ഇങ്ങനെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളാണ് ഈ ഉൽപാദന മാർഗങ്ങളൊക്കെ കൈവശം വെക്കുന്നവരും ഉൽപാദന മാർഗങ്ങളിൽ നിയന്ത്രണമോ അതിന്റെ കൈവശാവകാശമോ ഇല്ലാത്ത രണ്ട് വർഗ്ഗങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നു. ഇവർ തമ്മിലുള്ള പരസ്പര ബന്ധത്തൊക്കെയാണ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മുതലാളിത്ത ഉൽപാദന രീതി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മുതലാളിമാരുടെ കയ്യിലാണ് ഉൽപാദന മാർഗങ്ങളെല്ലാം, അല്ലേ? എന്നാൽ തൊഴിലാളികളുടെ കയ്യിൽ ഉൽപാദന മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ബന്ധം ആണ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷനോട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ കാൾമാക്സിന്റെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഉൽപാദന രീതികൾ, പലതരത്തിലുള്ള മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ കാണാൻ പറ്റുന്നതാണ് ആര് പറയുന്നത്? കാൾമാക്സ് പറയുന്നത്. അപ്പൊ ലോക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പലതരത്തിലുള്ള ഉൽപാദന രീതിയിലൂടെ ലോകം കടന്നു പോയിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പോൾ കാൾമാക്സ് പറയുന്നതനുസരിച്ച് മനുഷ്യന്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഉൽപാദന രീതി കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം, പ്രാകൃത കമ്മ്യൂണിസം ആണ് ഒന്നാമത്തെ ഉൽപാദന രീതി. രണ്ടാമത്തെ ഉൽപാദന രീതി സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അടിമത്തം ആണ്. മൂന്നാമത്തത് ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഫ്യൂഡലിസം ആണ് മൂന്നാമത്തെ ഉൽപാദന രീതി. നാലാമത്തെ ഉൽപാദന രീതിയായിട്ട് കാൾമാക്സ് പറയുന്നത് ക്യാപിറ്റലിസം, മുതലാളിത്തമാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ക്യാപിറ്റലിസവും അവസാനിച്ചിട്ട് സോഷ്യലിസം എന്ന് പറയുന്ന ഒരു ഉൽപാദന രീതി കൂടി വരുന്ന ആര് പറയുന്നുണ്ട്? കാൾമാക്സ് തന്റെ തിയറിയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ കാൾമാക്സ് പറയുന്നത് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് പല ഉൽപാദന രീതിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും പഴക്കം ചെന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം, അത് കഴിഞ്ഞിട്ട് സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ വന്നു, അത് കഴിഞ്ഞിട്ട് ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ വന്നു, അവസാനം ക്യാപിറ്റലിസം വന്നു. ക്യാപിറ്റലിസവും അവസാനിച്ച് സോഷ്യലിസത്തിലേക്ക് പോകും എന്നാണ് ആരുടെ അഭിപ്രായം? കാൾമാക്സിന്റെ അഭിപ്രായം. അപ്പൊ മനുഷ്യ ചരിത്രം പരിശോധിച്ചാൽ പല ഉൽപാദന രീതികൾ ഉണ്ട് എന്നാണ് ആര് പറയുന്നത്? കാൾമാക്സ് പറയുന്നത്. അപ്പൊ ഈ ഓരോ ഉൽപാദന രീതിയും എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, എല്ലാവരും ആദ്യത്തെ ഉൽപാദന രീതി ഏതാന്ന് ഒന്ന് നോക്കുക. പ്രിമിറ്റീവ് കമ്മ്യൂണിസം, പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയും. അപ്പൊ ഏറ്റവും പഴക്കം ചെന്ന ഉൽപാദന രീതിയായിട്ട് കാൾമാക്സ് കാണുന്നത് പ്രാകൃത കമ്മ്യൂണിസത്തെയാണ്, പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തെയാണ്. ഈ ഉൽപാദന രീതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് വർഗങ്ങളോ വർഗ സമരമൊന്നും ഇല്ലാത്ത ഒരു സമൂഹമാണ് ഈ പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിലുള്ളത്. അപ്പൊ ജനങ്ങൾ തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല, വർഗ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമൂഹമായിരുന്നു ഈ കാലഘട്ടത്തിൽ. സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനമല്ല. കാരണം മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷ്യസാധനങ്ങൾ ശേഖരിച്ചൊക്കെ ജീവിക്കുന്ന മനുഷ്യന് തനിക്ക് കിട്ടുന്ന മൃഗങ്ങളൊക്കെ പരസ്പരം അത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുന്ന ഒരു രീതിയൊക്കെയാണ് അന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അവിടെ വർഗ വ്യത്യാസങ്ങളില്ല, സ്വകാര്യ സ്വത്തില്ല, അങ്ങനെയുള്ള ഒരു ഉൽപാദന രീതിയായിട്ടാണ് ഏറ്റവും പഴക്കം ചെന്ന മനുഷ്യന് ഏറ്റവും കൂടുതൽ കാലം മനുഷ്യ ചരിത്രം ഈ ഒരു പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ഉൽപാദന രീതിയിലൂടെ മനുഷ്യന് ഒരുപാട് കാലം ജീവിച്ചു പോയിട്ടുണ്ട് എന്നാണ് ആര് പറയുന്നത്? കാൾമാക്സ് പറയുന്നത്. ഏറ്റവും പഴക്കം ചെന്ന ഉൽപാദന രീതിയായിട്ടാണ് കാൾമാക്സ് പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തെ കാണുന്നത്. എന്നാൽ പ്രിമിറ്റീവ് കമ്മ്യൂണിസം കഴിഞ്ഞ് രണ്ടാമത്തെ ഉൽപാദന രീതിയായിട്ട് കാൾമാക്സ് പറയുന്നത് സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിപ്രാചീനമായിട്ടുള്ള ഒരു ഉൽപാദന രീതിയാണ് എന്ന് മനസ്സിലാക്കുക. അടിമത്തം, അല്ലെ? അപ്പൊ ഈ അടിമത്തം എന്ന് പറയുന്ന ഉൽപാദന രീതി വന്നതോടുകൂടി അവിടെ സമൂഹത്തിൽ രണ്ട് വ്യത്യസ്ത വർഗ്ഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒന്ന് ഉടമ, സ്ലേവ് മാസ്റ്റർ, രണ്ട് അടിമ, സ്ലേവ്സ്, അല്ലെ? അപ്പൊ അടിമയും ഉടമയും തമ്മിലുള്ള വ്യത്യാസം അവിടെ വരുന്നു. ഈ അടിമകളെ ഉടമകൾ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അടിമകളെ എന്ത് ചെയ്യുന്നു? കൃഷിപ്പണിക്കും മറ്റുള്ളതിനൊക്കെ ആയിട്ട് ഉടമകൾ ഉപയോഗിക്കുന്നു. അങ്ങനെ അടിമകളെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ കാൾമാക്സ് പറയുന്നത് അടിമയെ ഉടമ ചൂഷണം ചെയ്തതോടുകൂടി അടിമകളും ഉടമകളും തമ്മിൽ ഒരു വർഗസമരം നടക്കുന്നു. അതോടുകൂടി അടിമ ഉൽപാദന സമ്പ്രദായം അവസാനിച്ചു, അടുത്ത ഉൽപാദന രീതിയിലേക്ക് കടന്നു. അതായിരുന്നു ഫ്യൂഡലിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് മൂന്നാമത്തെ ഉൽപാദന രീതിയായിട്ട് ഫ്യൂഡലിസം വരുന്നത്. ഫ്യൂഡലിസത്തിന്റെ പ്രത്യേകത, ഫ്യൂഡലിസത്തിലും രണ്ട് വർഗങ്ങൾ വന്നു, അല്ലെ? ഫ്യൂഡൽ ഉൽപാദന രീതിയിലും രണ്ട് വ്യത്യസ്ത വർഗ്ഗങ്ങൾ ഉണ്ടാവുന്നു. കുടിയാൻ, ഭൂമി ഇല്ലാത്ത കർഷക തൊഴിലാളികളാണ് കുടിയാന്മാർ എന്ന് പറയുന്നത്, സെർവ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഭൂപ്രഭുക്കന്മാർ, അല്ലെ? ഭൂമിയുടെ മേലിൽ ഉടമസ്ഥാവകാശമുള്ള വർഗ്ഗമാണ് ആരെന്ന് പറയുന്നത്? ഭൂപ്രഭുക്കന്മാർ. അപ്പൊ ഈ ഭൂപ്രഭുക്കന്മാർ ഭൂമി ഇല്ലാത്ത കുടിയാന്മാരെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. ഈ ചൂഷണം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഈ ഭൂപ്രഭുക്കന്മാരും കുടിയാന്മാരും തമ്മിൽ ഒരു വർഗ സമരം നടക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഫ്യൂഡലിസവും അവസാനിച്ചു. സമൂഹം അടുത്ത ഉൽപാദന രീതിയിലേക്ക് കടന്നു എന്നാ പറയുന്നത് കാൾമാക്സ്.
ക്യാപിറ്റലിസം, മുതലാളിത്തം അല്ലെ. മുതലാളിത്ത സമ്പ്രദായത്തിൽ ഉൽപാദനം മൊത്തം ഫാക്ടറിയിലേക്ക് മാറുന്നു. ഫാക്ടറിയിലേക്ക് മാറിയതോടുകൂടി അവിടെയും സമൂഹത്തിൽ രണ്ട് വർഗങ്ങൾ ഉണ്ടായി വരുന്നു. ആ രണ്ട് വർഗങ്ങളിൽ ഒന്ന് തൊഴിലാളി വർഗം, മറ്റൊന്ന് മുതലാളി വർഗം അല്ലെ. ഫാക്ടറി തൊഴിലാളികളാണ് തൊഴിലാളി വർഗം, മുതലാളി വർഗം എന്ന് പറയുന്നത് ഫാക്ടറി ഉടമകളാണ്. അപ്പൊ ഈ മുതലാളി വർഗം തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങുന്നു. ആ ചൂഷണം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ തൊഴിലാളികൾ ആർക്കെതിരെ തിരിയും? മുതലാളി വർഗത്തിനെതിരെ ഒരു കലാപം, ഒരു വിപ്ലവം നയിക്കുകയും അതിലൂടെ മുതലാളിത്തത്തിനും ഒരു അവസാനം ഉണ്ടാകുന്നതായിരുന്നു കാൾ മാർക്സിന്റെ ശുഭാപ്തി വിശ്വാസം. പക്ഷെ അത് ഇന്നേ വരെ നടന്നിട്ടില്ല. മുതലാളിത്തവും അവസാനിച്ചിട്ട് അവസാനത്തെ ഉൽപാദന രീതിയായ സോഷ്യലിസത്തിലേക്ക് പോകും എന്നാണ് ആര് പറയുന്നത്? കാൾ മാർക്സ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സമൂഹം 4 പ്രധാനപ്പെട്ട ഉൽപാദന രീതിയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാണ് കാൾ മാർക്സ് തന്റെ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന തിയറിയിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഉൽപാദന രീതി എന്ന് പറയുന്ന തിയറിയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഉൽപാദന രീതി പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആണ്. അതിൽ നിന്ന് കടന്നിട്ട് സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻക്ക് കടന്നു. പിന്നീട് ഫ്യൂഡലിസത്തിലേക്ക് കടക്കുന്നു. പിന്നീട് ക്യാപിറ്റലിസത്തിലേക്ക് കടക്കുന്നു. ക്യാപിറ്റലിസവും അവസാനിക്കും എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. എന്നിട്ട് സോഷ്യലിസം എന്ന് പറയുന്ന ഒരു പുതിയ ഉൽപാദന രീതി വരുന്നതാണ് കാൾ മാർക്സിന്റെ വിശ്വാസം. മനസ്സിലായോ? അത് ഇന്നേ വരെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.